ഒരു വിമാനം നിലത്തിറങ്ങാൻ പിന്നാലെ സ്പോർട്സ് കാറുകൾ പായാറുണ്ടോ? കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം. പക്ഷേ ഡ്രാഗൺ ലേഡി എന്നറിയപ്പെടുന്ന ലോക്ഹീഡ് U-2 വിമാനത്തിന് ഇത് നിത്യസംഭവം. ബഹിരാകാശത്തിന്റെ അരികിൽ നിന്ന് ശത്രുക്കളെ നിരീക്ഷിക്കുന്ന ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഈ ചാര വിമാനത്തിന്റെ രഹസ്യങ്ങൾ നമുക്ക് നോക്കാം. ഭൂമിയിൽ നിന്ന് ഏകദേശം 21 കിലോമീറ്റർ ഉയരത്തിൽ, അതായത് ബഹിരാകാശത്തിന്റെ തൊട്ടടുത്ത് നിന്നാണ് ഈ വിമാനം പറക്കുന്നത്. ശത്രു രാജ്യങ്ങളുടെ റഡാറുകൾ പെടാത്ത അവരുടെ രഹസ്യങ്ങൾ ചോർത്താനും അതിവേഗത്തിൽ വിവരങ്ങൾ ശേഖരിക്കാനുമാണ് അമേരിക്ക ഈ ചാരവിമാനം ഉപയോഗിക്കുന്നത്. ഇത്രയും വലിയ ഉയരത്തിൽ വായുമർദ്ദം കുറവായതുകൊണ്ട് പൈലറ്റുമാർ ധരിക്കുന്നത് പ്രത്യേക സ്പേസ് സ്യൂട്ടുകളാണ്. അവിടെ വിമാനം ബാലൻസ് ചെയ്യുന്നത് കൊഫിൻ കോർണർ എന്ന മരണമുനമ്പിലാണ്. വേഗത അല്പം കൂടിയാലോ കുറഞ്ഞാലോ വിമാനം നിമിഷ നേരം കൊണ്ട് തകരും. ഇതിന്റെ ലാൻഡിംഗ് ആണ് ഏറ്റവും വിചിത്രം. ഭാരം കുറയ്ക്കാൻ വേണ്ടി വെറും 2 വരി ചക്രം മാത്രമാണ് ഇതിനുള്ളത്. അതിനാൽ നിലത്തിറങ്ങുമ്പോൾ ബാലൻസ് തെറ്റാൻ സാധ്യതയുണ്ട്. അവിടെയാണ് ചേസ് കാർസ് വരുന്നത്. കാറിലിരുന്ന് മറ്റൊരു പൈലറ്റ് റേഡിയോയിലൂടെ നൽകുന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഈ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്നത്. 1950കളിൽ നിർമ്മിച്ചതാണെങ്കിലും AI യും പവർഫുൾ ക്യാമറകളും ചേർത്ത് അമേരിക്ക ഇന്നും ഈ വിമാനത്തെ ഉപയോഗിക്കുന്നു.